ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയും വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 6-ാം അധ്യായം നമ്മൾ വായിച്ചു. 6-ാം അധ്യായത്തിൽ യഹോവയുടെ പേടകം ഫെലിസ്ത്യ ദേശത്ത് ചെന്നപ്പോൾ അവർക്ക് നാശവും ദോഷവും രോഗങ്ങളൊക്കെ ബാധിച്ചപ്പോൾ അവരത് തിരിച്ചയക്കുന്നതായി നമ്മൾ വായിച്ചു. അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്താണ് അവരത് ഒക്കെയും അവിടെ നിന്ന് തിരിച്ചയക്കുന്നത്. ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ അതെത്തുന്നു. യഹോവ ഇസ്രായേലിൻ്റെ അവകാശ ഭൂമിയിൽ പെട്ടകം ഇവിടെ മടങ്ങിയെത്തുകയാണ്. അപ്പോൾ ആളുകളത് കൊണ്ടുവന്ന മലമുകളിലുള്ള അബീനാദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ എലിയാസാറിനെ അത് സൂക്ഷിക്കുവാൻ വേണ്ടി അഭിഷേകം ചെയ്ത് അവിടെ ചുമതലപ്പെടുത്തുകയാണ്. യഹോവയുടെ പേടകമായതുകൊണ്ട് വിശുദ്ധമായി കരുതണമെന്നുള്ളതുകൊണ്ടാവാം അഭിഷേകം ചെയ്തൊരു വ്യക്തി അതിനു വേണ്ടി അവിടെ അവരാക്കിയത്. പിന്നീട് നമ്മൾ വായിക്കുന്നു, 20 വർഷം ജനം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. 20 വർഷം അത് ആ സ്ഥലത്തിരിക്കുകയാണ്. യഹോവയുടെ പേടകം ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചു. സൂക്ഷിപ്പുകാരെ അവിടെ നിയമിച്ചിട്ട് അവർ മറ്റ് ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് സാമൂഹ്യ ജീവിതത്തിൽ അവരുടേതായ കാര്യങ്ങൾ നോക്കി അവർ പോവുകയാണ്. 20 വർഷം പിന്നെ ഈ പേടകം അവർ അന്വേഷിച്ചതായോ അതിനെ സമീപിച്ചതായോ പ്രാർത്ഥിച്ചതായോ യാഗമർപ്പിച്ചതായോ ഒന്നും നമ്മളിവിടെ വായിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ശമൂവേൽ ആ ജനത്തോട് പറയുന്നു, നിങ്ങളെ പൂർണ്ണമായി നിങ്ങൾ സമർപ്പിക്കുവിൻ. 3-ാം വാക്യം. പലപ്പോഴും നമ്മൾ പുതിയ നിയമത്തിലും നമ്മൾ ദൈവത്തിന് നമ്മെ സമർപ്പിക്കുന്നുള്ളതൊക്കെ ഭാഗികമാണ്. നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ദൈവം സഹായിക്കുവാൻ വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുകയും അത് കഴിയുമ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും ആവശ്യപ്പെട്ടത് പൂർണ്ണമായ സമർപ്പണമാണ്. നമ്മുടെ പിതാക്കന്മാർ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പാടിയത്. എന്താണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് അപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ. എന്നെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നീട് പറയുന്നു. ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചകളെ തദസുധാശ്വാസപ്രദനെ അൻപോടു കൈക്കൊണ്ടിടണമേ. എന്നെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ 3 തലങ്ങളെയും, ആത്മാവ്, മനസ്സ്, ശരീരം, 3-നെയും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്രകാരം ശമൂവേൽ പറഞ്ഞപ്പോൾ ജനം അത് കേൾക്കുകയും അവർക്ക് പാപബോധമുണ്ടാവുകയും അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ശമൂവേലിനോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതിനു മുൻപ് അവർ പോയിക്കൊണ്ടിരുന്നതായ ബാൽ അസ്താരേത്ത് പ്രതിമകൾ, ബാൽ എന്നുള്ളത് അവരുടെ കൃഷിയുടെ ദേവനാണ്, കാർഷിക ദേവനാണ്. അസ്താരേത്ത് എന്ന് പറയുന്നത് പല സമൃദ്ധിയുടെയും യുദ്ധത്തിൻ്റെയും ദേവി അല്ലെങ്കിൽ ദേവിയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആ സ്വാധീനം കൊണ്ടും കൃഷി നന്നാകണമെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നുള്ള ഒരു വിചാരത്തിലാണ് ജനം അങ്ങനെ ചെയ്തു വന്നത്. എന്നാൽ ശമൂവേലിൽ അവരെ കാര്യമായി യഹോവയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞ ഒരു ദിവസം മുഴുവൻ അവരവിടെ ഉപവസിക്കുന്നുണ്ട്. വെള്ളം കോരി ഒഴിച്ച് ഒരു ദിവസം മുഴുവൻ വെള്ളം കോരി ഒഴിക്കുക എന്നുള്ളത് പാപം ഏറ്റുപറയുന്നതിൻ്റെ പ്രതീകമായിട്ട് അക്കാലത്ത് ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയായിരിക്കാം.
എല്ലാവരും വന്ന് വെള്ളം കോരി ഒഴിച്ച് ദൈവസന്നിധിയിൽ അവർ അനുദപിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി ശമൂവേൽ അവരെ മിസ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. മിസ്പ, ഗിൽഗാൽ അഥവാ ബഥേൽ എന്നൊക്കെ പറയുന്നത് പുരാതനമായ ആരാധനാ സ്ഥലങ്ങളാണ്. അവിടെ വെച്ചാണ് ശമൂവേൽ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ തൻ്റെ പ്രവർത്തനം താൻ ആരംഭിക്കുകയാണ്, ന്യായപാലനം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ പൗരോഹിത്യ കർമ്മങ്ങളും അദ്ദേഹം തന്നെയാണ് ചെയ്തു വന്നിരുന്നത്. അവർക്ക് മറ്റൊരാളില്ലായിരുന്നു. അതുകൊണ്ട് ആ രീതിയിലാണ് അവർ അദ്ദേഹത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം ഇങ്ങനെ മിസ്പായിൽ ഒരുമിച്ച് കൂടിയെന്നറിഞ്ഞ ഫെലിസ്ത്യർ അവരോട് യുദ്ധത്തിന് വേണ്ടി വീണ്ടും അവിടെ ഒരുങ്ങുകയാണ്. ഇസ്രായേൽ ജനം എല്ലാം കൂടി ഒരുമിച്ച് ഒരിടത്ത് കൂടിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, എന്നാൽ നമ്മൾ വായിക്കുന്നു, ശമൂവേൽ അവർക്ക് വേണ്ടി ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് യാഗമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശമൂവേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നമ്മളവിടെ വായിക്കുന്നു. കാരണം ശമൂവേൽ പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയല്ല, തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയായി അങ്ങ് ചുരുങ്ങിപ്പോകുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അത് കേൾക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും അത് മനസ്സിലാക്കുക. ഇവിടെ ജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. മറുവശത്ത് ഇവരൊന്നിച്ചു കൂടിയെന്ന് അറിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഫെലിസ്ത്യർ അവിടെ ഒന്നിച്ചു കൂടുന്നു. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തെ യുദ്ധത്തിൽ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കർത്താവ് നല്ല പരസ്യമായ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ശക്തിയും ചൈതന്യവുമായിരുന്നു യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ചൈതന്യം എന്ന് നമുക്കറിയാം. ഇതൊരു കർത്താവ് നമ്മൾ പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ പൈശാചിക ശക്തികളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുകയില്ല. അത് വലിയ ഒരു കവചമാണ്, വലിയ ഒരു സംരക്ഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി നമ്മൾ വായിക്കുന്ന 10-ാം വാക്യം വരുമ്പോൾ, ഫെലിസ്ത്യരോട് യുദ്ധം യഹോവയായ ദൈവം ഒരു ഇടിനാദം അവിടെ മുഴക്കി. ഫെലിസ്ത്യർ ഭയപ്പെട്ട് ഓടുകയാണ്. മോശയും യോശുവയും ഒക്കെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണ്ടി ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇടിനാദം മുഴക്കി ഭയപ്പെട്ട ഫെലിസ്ത്യർ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവം നമ്മെ സഹായിച്ചു എന്ന അർത്ഥത്തിൽ ആ സ്ഥലത്തിന് ശമൂവേൽ എബനേസർ എന്നവിടെ പേര് കൊടുക്കുകയാണ്. അവർ ആരാധിച്ച സ്ഥലം, ദൈവം ഫെലിസ്ത്യരെ ഭയപ്പെടുത്തി ഓടിച്ച സ്ഥലം, ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ച സ്ഥലം, ആ സ്ഥലത്തിന് ദൈവം സഹായിച്ചു എന്നർത്ഥമുള്ള എബനേസർ എന്നവിടെ പേരിടുന്നതായി നമ്മൾ കാണുന്നു. പിന്നീട് അതിൻ്റെ 13 വാക്യം വായിക്കുമ്പോൾ, പിന്നെ ഫെലിസ്ത്യർ ഒരിക്കലും ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിന് അവർ വന്നില്ലെന്നും മാത്രമല്ല, അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ അവർക്ക് പിന്നീട് തിരികെ കൊടുക്കുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. തൻ്റെ ആയുഷ്കാലം മുഴുവൻ ശമൂവേൽ ഇവിടെ ന്യായാധിപനായി ന്യായപാലനം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. മിസ്പായിലും ഗിൽഗാലിലും ഒക്കെ ബഥേലിലും ഒക്കെ അദ്ദേഹം മാറിപ്പോയി ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായ ന്യായപാലനം ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണ്. ഈ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവസന്നിധിയിലുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. ഭാഗികമായ ആയിട്ട് ഉള്ള സമർപ്പണമല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പൂർണ്ണമായ സമർപ്പണം നടത്തുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഒരു ശത്രുവിന്, ഒരു പിശാചിനും നമ്മെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്രകാരം പ്രാർത്ഥനയുടെ അനുഭവത്തിലുള്ള ഒരു വലിയ ജീവിതം നയിപ്പാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ശക്തീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.